ബ്രാൻഡഡ് ഷൂസുകളുടെയും മോഡേൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്. മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്, ഓപ്പോസിറ്റ് കനറ ബാങ്ക്, മെയിൻ റോഡ്, ചേലക്കര. മിഥുന്റെ ആത്മഹത്യ, വനം വകുപ്പിനെതിരെ പ്രതിഷേധം ശക്തം. മൃതദേഹവുമായി റോഡ് ഉപരോധിച്ചു നാട്ടുകാർ. കാട്ടുപന്നിയുടെ ഇറച്ചി വാങ്ങിയതിന് വനം വകുപ്പിന്റെ പീഡനം കാരണം ആത്മഹത്യ ചെയ്തുവെന്ന് ആരോപിക്കപ്പെടുന്ന യുവാവിന്റെ മൃതദേഹവുമായി നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. അതല്ല, ഇത് 5 പ്രഖ്യാപിച്ച് 24 മണിക്കൂർ ഞാൻ സാറിന് ഇന്ത്യയിൽ റെക്കോർഡുണ്ട്. 24 മണിക്കൂർ നടപടി ഉണ്ടാവും പറഞ്ഞതാ. ഒരു നടപടി ഈ നേരം വരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഇവിടുന്ന് തീരുമാനം, അവരുടെ വീട്ടുകാരെന്ന് പറഞ്ഞത് ഇവിടുന്ന് തീരുമാനമായില്ലെങ്കിൽ ഈ ഫോറസ്റ്റ് ഓഫീസർ തിന്നാൻ കൊടുത്തോളെന്ന് പറഞ്ഞത്. ഈ 2 ചെറിയ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാ? ഒരു കോടിയുടെയും ബലത്തിലല്ല അവിടെ ജനകീയമായിട്ട് സമരം ഒരു കോടിയുടെയും ബലത്തിലല്ല ഈ കാര്യം. ഒരു ദിവസം കൊണ്ട് നടക്കാൻ ഈ പത്രത്തിലേക്ക് ന്യൂസ് കൊടുത്തത് ആരാന്ന് സാറിന് പറയാൻ പറ്റുമോ? ഇവിടുത്തെ മാധ്യമങ്ങളിലേക്ക് ഇരിക്കുന്ന ആളൊരു ചാനലിന്റെ ഒരു പ്രവർത്തനം, ആളുടെ ന്യൂസ് ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഏത് ഈ വിൽപ്പനക്കാരെന്ന് പറഞ്ഞിട്ട് ഈ ആള് ഒരു ഒരാൾക്ക് കിട്ടില്ല. കാഞ്ഞിരക്കോട് സ്വദേശി മിഥുന്റെ മരണത്തിൽ പ്രതിഷേധിച്ചാണ് കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ നാട്ടുകാർ റോഡ് ഉപരോധിച്ചത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പീഡനമാണ് മിഥുന്റെ മരണത്തിന് കാരണമായതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. വെള്ളിയാഴ്ചയാണ് മിഥുനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്നുച്ചയോടെയാണ് നാട്ടുകാർ മൃതദേഹവുമായി റോഡ് ഉപരോധിച്ചത്. ഏകദേശം 15 മിനിറ്റോളം നീണ്ട ഉപരോധം ഗതാഗതം തടസ്സപ്പെടുത്തി. തുടർന്ന് വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഞാൻ ഉച്ചയ്ക്ക് സതീശേട്ടനും കൂടിയിട്ട് ചെല്ലുമ്പോ ഉച്ചയ്ക്ക് 2:30 ചെല്ലുമ്പോ അവിടെ 7 പേര് വർത്തമാന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുക. 7 ഉദ്യോഗസ്ഥരോട് 3 പേരുള്ളത്.